ഇത്രയും പേര് പോണേ നമസ്കാരം. കോയമ്പത്തൂരിലെ ഗംഗ കോളേജ് ഓഫ് നഴ്സിംഗിലെ 200ഓളം വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയാണ്. ശനിയാഴ്ച വൈകുന്നേരമാണ് വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇവർ കുടിച്ച വെള്ളത്തിൽ നിന്നാണ് ഈ വിഷബാധ ഏറ്റതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അസ്വസ്ഥതകളുണ്ടായി. തുടർന്ന് ഞായറാഴ്ച വലിയ രീതിയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ വയറിളക്കവും ഛർദിയും ഉണ്ടായി. ഇതേ തുടർന്ന് ഈ വെള്ളം പരിശോധിച്ചപ്പോഴാണ് ഇതിൽ അമിതമായി ക്ലോറിൻ കലർന്നു എന്നുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥിനികളെ എല്ലാം തന്നെ ഈ നഴ്സിംഗ് കോളേജിൻ്റെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ വേണ്ട രീതിയിൽ ചികിത്സ നൽകിയില്ല എന്നുള്ളൊരു ആരോപണം വിദ്യാർത്ഥിനികൾ ഉന്നയിക്കുന്നുണ്ട്. ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വലിയ താമസമെടുത്തു. 200ഓളം കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുവാനായി ഒരു ആംബുലൻസ് മാത്രമാണ് ഈ കോളേജ് അധികൃതർ ഏർപ്പാടാക്കിയത്. സമീപത്തുണ്ടായിരുന്ന ബസ്സുകളൊന്നും തന്നെ വിട്ടുകൊടുത്തില്ല എന്നുള്ളൊരു ആരോപണവും കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ വലിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥതയുള്ള കുട്ടികളെ വീട്ടിൽ പോകുവാൻ ഇവർ അനുവദിച്ചിട്ടില്ല. മാതാപിതാക്കൾ എത്തി കൂട്ടിക്കൊണ്ടു പോകാനും ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെ വിദ്യാർത്ഥിനികൾ മറുനാടിനോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ കോളേജിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിനികളെ ഒന്നും വീട്ടിലേക്ക് വിടാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിയുന്നത്. മാനേജ്മെൻറ്റ് പറയുന്നത് ഈ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷേ കുട്ടികൾ പറയുന്നത് അവർ വലിയ ശാരീരിക അസ്വസ്ഥതയിലൂടെയാണ് കടന്നു പോകുന്നത്. പലർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കടുത്ത വയറുവേദനയും ഛർദിയുമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് ഇതിന് തയ്യാറാകുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ വെള്ളത്തിന് ക്ലോറിന്റെ എമൗണ്ട് കൂടുതലായിരുന്നു. വെച്ചാൽ നമ്മളിത് അറിഞ്ഞില്ല. മിനിഞ്ഞാന്ന് നൈറ്റില് വെള്ളത്തിന് എന്തായിരുന്നു ക്ലോറിന്റെ എമൗണ്ട് കൂടുതലായിരുന്നു. അപ്പൊ എല്ലാ പിള്ളേരും സാധാരണ പോലെ വെള്ളം കുടിച്ചു. എല്ലാവരും രാവിലെ തൊട്ട് എല്ലാവർക്കും വൊമിറ്റിങ്, ലൂസ് മോഷൻ അങ്ങനെ എല്ലാം കൊണ്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇവരോട് നമ്മളിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വെയിറ്റ് ചെയ്യും, നമ്മൾ ആംബുലൻസ് വിളിപ്പിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. 10 മണി തൊട്ട് പിള്ളേർക്ക് വരാൻ കിടക്കുക. എന്നിട്ട് ആംബുലൻസ് എല്ലാം വന്നത് 12:30 കഴിഞ്ഞിട്ടാണ്. നമ്മൾ പേഴ്സണലായിട്ടൊരു ക്യാബ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും ഇവരാരും സമ്മതിക്കണില്ല. ക്യാബ് ഒന്നും ബുക്ക് ചെയ്യണ്ട, ആംബുലൻസ് വരും, അതിൽ കയറി പോയാൽ മതി. ഇവിടെ 2 സ്കൂൾ ബസ് കിടപ്പുണ്ട് ചേട്ടാ, അതിൽ പോലും ആരെയും കൊണ്ടുപോകണില്ലായിരുന്നു. പിന്നെന്താണ്, എന്നിട്ട് ഇത്രയും മേലാതെ നടന്ന പിള്ളേരോട് ഔട്ട് പാസ് എഴുത്, അത് എഴുത്, ഇത് എഴുത്. എന്നിട്ട് ഇവർ പറഞ്ഞു വരുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ കോളേജുകാരുടെ കുറ്റമല്ല, നമ്മുടെ എന്താ കുറ്റം എന്നുള്ള രീതിക്കാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ മേലാതായപ്പോഴാണ് ഇത്രയും ഇങ്ങനെ ഇതാണ് നമ്മുടെ കുറ്റമാണെന്ന് പറഞ്ഞത്. എന്നാലും ഒരു ആംബുലൻസ് മാത്രമേ കോളേജിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ, ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ കുറെ പിള്ളേർ ആദ്യം ഇങ്ങനെ എല്ലാവരും കൂടെ ഫസ്റ്റ് വന്നപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കേരളത്തിലായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2-3 ആംബുലൻസ് ഉള്ള ഹോസ്പിറ്റലാണ്. അതിന് ഇത്രയും ഇവിടുത്തെ പിള്ളേർക്ക് വരുന്നത് 200+ പിള്ളേർക്ക് ഇവിടെ ഭയങ്കര സിവിയർ ആയിരുന്നു. എന്നിട്ട് പോലും ഒരു ആംബുലൻസ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഒരു 2 സ്കൂൾ ബസ് ഇറന്നിട്ട് അതുപോലെ ഇറക്കിയിട്ടില്ല. ഇപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കൂടി വരുവാണ്, ആർക്കും ഒന്നും മാറുന്നില്ല കംപ്ലീറ്റ്ലി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിൽ അവിടെ ഇത്രയും പിള്ളേരുള്ളതുകൊണ്ട് ഒട്ടും കെയർലെസ് ആയിട്ട് നോക്കണം. ഇപ്പൊ വീട്ടിൽ നമ്മൾ ഈ സിറ്റുവേഷൻ വിളിച്ചിട്ട് ഇവ ഒട്ടും മേലാത്തവരെ വീട്ടിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചാൽ പോലും പറ്റത്തില്ല, കണ്ടിട്ട് പൊക്കോളാൻ പറയും, വരണ്ട കാണണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളിത് ഇങ്ങനത്തെ എന്തെങ്കിലും പുറത്തു വിടാൻ നോക്കുമ്പോഴേക്കും ഒന്ന് ഫോൺ വിളിച്ച് അയക്കുക, അതുകൊണ്ട് നമ്മുടെ വില ഇതാക്കുക. അതുകൊണ്ടാണ് ആരും പറഞ്ഞിട്ട് പേടിച്ചിട്ടൊന്നും പറയാതിരിക്കുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഈ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കുകളും ഒക്കെ ക്ലീൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ നിന്നും ഈ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് എന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത്. പലർക്കും കൃത്യസമയത്ത് ഈ നഴ്സിംഗ് കോളേജുകാർ ചികിത്സ ലഭ്യമാക്കിയില്ല എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇത് സംബന്ധിച്ച് മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. അവർ അയച്ചു തന്ന ഒരു ഓഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് മാത്യൂസ്, സ്ഥലം പിച്ചി ഡാം. എൻ്റെ മോൾ അവിടെ സെക്കൻഡ് ഇയർ BC സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് മോൾ വിളിച്ചപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു. അപ്പോൾ അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം രാത്രി വിളിച്ചപ്പോൾ അവൾക്കും പ്രശ്നമായി.
അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പരേഡിൻ്റെ റിഹേഴ്സൽ കൂടിയായിരുന്നു. അതിലും കുട്ടികളാകെ ടയർഡായിട്ട് നിൽക്കുകയാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ വയ്യാതെ കിടന്നിരുന്ന കുട്ടികളെ അടക്കം നിർബന്ധിച്ച് പരേഡിന് കൊണ്ടുപോയി എന്നുള്ളതാണ് കിട്ടിയ വിവരം. പക്ഷെ പരേഡ് നടന്നില്ല. കുറച്ചു മുമ്പ് കിട്ടിയ വിവരപ്രകാരം പരേഡ് നടന്നില്ല. പെട്ടെന്ന് ശക്തമായ മഴ വന്നു. അതുകൊണ്ട് പരേഡ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തു. പക്ഷെ പരേഡിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ റെഡിയായിരുന്ന കുട്ടികളിൽ 4 പേര് തളർന്നു വീണു. പക്ഷെ ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ വിഷയം. ഇത്രയും സിവിയർ പ്രശ്നം ഉണ്ടായിട്ട് ഇവർ എന്തുകൊണ്ട് പേരൻസിനെ അറിയിച്ചില്ല? വേണ്ട മതിയായ രീതിയിലുള്ള കെയർ കൊടുത്തിട്ടില്ല. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മുടെ കുട്ടികളുടെ ജീവനാണ് വലുത്. പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ വരുന്നുള്ളൂ. അവർ സുരക്ഷിതരായി അവിടെ ജീവിക്കാനും പഠിക്കാനും കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലും ഉറപ്പിലുമാണല്ലോ നമ്മളവരവിടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എതിരെ പ്രതികരിച്ചേ മതിയാവൂ. ഒരു രക്ഷകർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കോളേജ് അധികൃതർ വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടികളോട് പെരുമാറുന്നതെന്ന്. ശാരീരിക അസ്വസ്ഥതയുള്ള കുട്ടികളോട് പരേഡിൽ പങ്കെടുക്കുവാനൊക്കെ ഇവർ നിർബന്ധിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. കേരള സർക്കാർ തന്നെ ഇതിൽ ഇടപെടണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം കൂടുതലും മലയാളി വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിൻ്റെ ഒരു അടിയന്തര ശ്രദ്ധ കൂടി ഇക്കാര്യത്തിൽ വേണം. തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുകയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട വിശ്രമം നൽകാനുള്ള അടിയന്തര ഇടപെടൽ കൂടി നടത്തണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്.